ആർക്കും സംശയം തോന്നാത്ത ഒരു അപകട മരണമായിരിക്കണം അനുവിന്റെ മരണം. അതൊരു പ്രീ പ്ലാൻ മർഡർ ആണെന്ന് ഒരാൾക്കും സംശയം തോന്നാൻ പാടില്ല. എനിക്ക് ഡയറക്റ്റ് ഡീല് നടപ്പാക്കുന്ന പതിവില്ല സർ. സംഗതി നടന്നു കഴിഞ്ഞാൽ ഏതുവഴി അത് അന്വേഷിച്ചാലും എന്നിലോ സാറിലോ അന്വേഷണം വന്നെത്തില്ല. മുറിക്കേണ്ടടുത്ത് ഞാൻ വഴി മുറിക്കും. കേട്ടോ, നമ്മൾ ഇല്ലാതാക്കാൻ പോകുന്നത് ഊർമിളയുടെ മകളെയാണ്. ഊർമിളയ്ക്ക് നമ്മുടെ ഈ പ്ലാൻ അറിയത്തില്ല. നല്ലത്. അനുവിനെ ഇല്ലാതാക്കുന്ന ഏറ്റവും നല്ല മാർഗം ഈ സ്വിമ്മിംഗ് പൂളാണ്. അവൾക്ക് നീന്താൻ അറിയത്തില്ല. വെള്ളം ഭയങ്കര ഭയമാണ് അവൾക്ക്. അവളെ സൗകര്യമായിട്ട് ഇവിടെ എത്തിച്ചെന്നാ തീർക്കുന്ന കാര്യം ഞാൻ ഏറ്റു. കാല് വഴുതി വെള്ളത്തിൽ വീണ് അനന്യ മരിച്ചു. മതിയോ സാർ? അല്ല, ഇവിടെ ക്യാമറ ഉണ്ടോ? ക്യാമറയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ പ്ലാൻ നടക്കുന്ന സമയത്ത് ഇവിടുത്തെ ക്യാമറയൊക്കെ ഓഫായിരിക്കും. അക്കാര്യം ഞാൻ ഏറ്റു. എന്നാ അനന്യ ഈ സ്വിമ്മിംഗ് പൂളിൽ തീർക്കുന്ന കാര്യം ഞാൻ ഏറ്റു. കുറെ നേരമായിട്ട് ആരവനെ കാണുന്നില്ലല്ലോ. ഇങ്ങോട്ട് വന്നേക്കാന്ന് പറഞ്ഞ അവൻ പോയത്. അവനെ എവിടെ അന്വേഷിക്കാനാ? അന്വേഷിച്ചു പോയിട്ട് ഒരു കാര്യവും ഇല്ല. ആരെങ്കിലും കണ്ട് തിരിച്ചറിയോന്ന് പേടിച്ച് പാവ എവിടെയെങ്കിലും പോയി ഒളിച്ചു കാണും. ഇവിടെ എവിടെയോ അടുത്ത് അവന് താമസിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടെന്ന് അവൻ പറഞ്ഞല്ലോ. അത് നമുക്ക് കാണിച്ചൊന്നുമില്ല. അതെന്താ? അവന് താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും അവൻ നമ്മളെ കൊണ്ടുപോകാത്തത്. നമ്മൾ അങ്ങോട്ട് പോയില്ലെങ്കിലും അവൻ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ആഹാ, പിന്നെ രാത്രിയായപ്പോ പൂളില് വെള്ളം കൂടുതലാണോ? ആ, വെള്ളം കൂടിയിട്ടുണ്ട്. അതെ, നമുക്കിതിലിറങ്ങി കുളിച്ചാലോ? അതെ, രാത്രിയിലെ സ്വിമ്മിംഗ് പൂളിലെ കുളി അത് വല്ലാത്തൊരു ഫീലാ. ഈ തണുപ്പത്താണോ രാത്രിയിൽ കുളിക്കാൻ പോകുന്നത്? ഇന്ന് മുഴുവൻ നിങ്ങൾ ഇതിൽ നീന്തി കുളിക്കായിരുന്നില്ലേ? ഇവള് നമ്മളെ തടയുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതിൽ കുളിക്കാൻ ഇവളെ കൊണ്ട് പറ്റില്ല. അനു, നിനക്ക് ഇനിയെങ്കിലും നീന്തൽ പഠിച്ചൂടെ? എനിക്കത് മാത്രം പറ്റില്ല. വെള്ളം കാണുന്നത് എനിക്ക് പേടിയാ. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഞങ്ങൾ നിന്നെ നീന്തൽ പഠിപ്പിക്കാം. അയ്യോ വേണ്ടായേ. പേടിക്കാനൊന്നും ഇല്ല അനു. ദേ, വെള്ളത്തിൽ ഇറങ്ങുമ്പോഴേ നിന്റെ പേടി മാറണ്ടേ? അതെ, ആ പേടി അങ്ങനെ തന്നെ നിന്നോട്ടെ. നിങ്ങൾ വേണമെങ്കിൽ കുളിച്ചോ, ഞാനില്ല. ഈ സമയത്ത് ഇനി കുളിക്കണ്ട. ഇന്ന് കുളിച്ചോണ്ട് മേഘ ഇനി 2 ദിവസം കഴിഞ്ഞേ കുളിക്കും. താങ്ക്സ്. എടി, 2 ദിവസം കൂടുമ്പോ കുളിക്കുന്ന സ്വഭാവം നിനക്കാ. മാനത്തെ മഴ കണ്ട കുളിക്കത്ത് നീയാണ് എന്റെ കുളിയെ വെച്ച് കുറ്റം പറയുന്നത്. ഷൈനി ഒരു തമാശ പറഞ്ഞതിന് നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ മേഘേ. ഫുഡ് കഴിക്കാൻ പോവല്ലേ, അതുകൊണ്ട് ഇപ്പൊ കുളിക്കണ്ടെന്ന് പറഞ്ഞേ. ലേറ്റ് ആവും. ഫുഡ് കഴിക്കാൻ പോവാം, ആരും കൂടി വരട്ടെ. ആ, അവനും കൂടി വന്നിട്ട് പോവാം, അതാ നല്ലത്. ഇവനിത് എവിടെ പോയി കിടക്ക? എത്ര നേരം ഇവനെ കാത്തിരിക്കുക? അവൻ വരട്ടെ. കുറച്ചേരം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അവർക്കൊപ്പം അവൾ സന്തോഷിക്കുന്നു. നമുക്കൊപ്പം അവൾക്കതിന് കഴിയുന്നില്ല. ഫ്രണ്ട്സ് എന്റെ മോളുടെ മനസ്സിനെ അത്രത്തോളം സ്വാധീനിച്ചിരിക്കുന്നു. ഊർമിളെ, ഞാൻ നിന്നോട് പലപ്പോഴും പറയാറുണ്ട്, അനുവും ഫ്രണ്ട്സും നമ്മുടെ പ്രായമല്ല. ഇതൊക്കെ പ്രായത്തിന്റെ ചാബല്യങ്ങളാ. നീ ഇതിനെ അങ്ങനെ കണ്ടാ മതി. എന്നാലും അമ്മയ്ക്ക് തുല്യം അമ്മ മാത്രമല്ലേ ഉള്ളൂ. ആ സത്യം എന്താ അവള് മനസ്സിലാക്കാത്തെ? എന്നോടും നന്ദനോടും അവള് വൈരാഗ്യ ബുദ്ധിയോടെയാ പെരുമാറുന്നത്. എനിക്കത് സഹിക്കാനാവുന്നില്ല നന്ദ. അനുവിന്റെ ഈ സ്വഭാവം രീതികളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. നീ സമാധാനപ്പെടും. നീ ചെന്ന് അനുവിനെ വിളിക്ക്. നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പോവാം. അവിടെ ഇരുന്ന് കുറച്ച് നേരം അവളായിട്ട് സംസാരിക്കാം.
ഞാൻ ചെന്ന് വിളിച്ച അവള് ഫ്രണ്ട്സിനെ വിട്ടിട്ട് വരൂന്ന് നന്ദന് തോന്നുന്നുണ്ടോ? അങ്ങനൊരു തോന്നലുണ്ടാകരുത്. താൻ വിളിച്ചാൽ അനു വരുമെന്ന ഉറച്ച വിശ്വാസം തനിക്കുണ്ടാവണം. താനും അവളും തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്താലേ അനുവിന്റെ മൈൻഡിന് ചേഞ്ച് ഉണ്ടാവും. താൻ അവളെ റെസ്റ്റോറന്റിലേക്ക് കൂട്ടിക്കൊണ്ടുവാ. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം പറഞ്ഞു തീർക്കാൻ ഞാൻ മുൻകൈ എടുക്കാം. ഞാൻ പോയി വിളിക്കില്ല. അവളുടെ ഫ്രണ്ട്സിന്റെ മുന്നിൽ നാണം കടാൻ എനിക്ക് വയ്യ നന്ദ. നന്ദൻ ചെന്ന് വിളിക്ക്. ഞാൻ ചെന്ന് വിളിക്കുന്നതിനേക്കാൾ നീ ചെന്ന് സ്നേഹത്തോടെ വിളിക്കുന്നതല്ലേ നല്ലത്. ആ പിള്ളേര് കൂടെയുള്ളപ്പോ അവളെ ചെന്ന് വിളിച്ച അവള് വരില്ല നന്ദ. എന്ന് കരുതി താൻ ചെന്ന് അവളെ വിളിക്കാതിരിക്കരുത്. നിങ്ങൾക്കിടയിൽ മഞ്ഞുരുകണ്ടേ? താൻ ചെന്ന് വിളിച്ചു നോക്ക്. ഡിന്നർ കഴിക്കാനല്ലേ അവൾ വന്നേക്കും. ഞാൻ വിളിച്ചു നോക്കാം. വരൂന്ന് ഉറപ്പില്ല. പിന്നൊരു കാര്യം, എന്താ നന്ദ? താൻ അനുവിനോട് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും കാര്യം പറഞ്ഞ് അവളുടെ ഫ്രണ്ട്സിനെ ഒഴിവാക്കണം. അവരടുത്ത് നല്ലേ പ്രശ്നം. തഞ്ചല് അനനെ തനിച്ച് കിട്ടുമോ സാർ? അതിനാണ് ഊർമിളയെ ഞാൻ പറഞ്ഞയച്ചത്. എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ നടക്കണം. അവളെ അവിടെ തനിച്ച് കിട്ടിയാൽ മതി സാർ. ബാക്കി കാര്യം ഞാൻ ഏറ്റു. അവള് തനിച്ചാവും. നീ തയ്യാറായി നിന്നോ? അവള് തീരുന്ന കാഴ്ച എനിക്കിവിടെ നിന്ന് കൺകുളിർക്കെ കാണണം. ആ കാഴ്ച സാറിന് കാണാൻ പറ്റും. അനു, ഇന്നത്തെ രാത്രിയോടെ നീ അവസാനിക്കാൻ പോകുന്നു. ഈ കെണിയിൽ നിന്ന് നീ രക്ഷപ്പെടില്ല മോളെ. അതെ, ആരെയും നോക്കിട്ട് ഇനി കാര്യമില്ല. നമുക്ക് വല്ലതും കഴിക്കാം. എന്റെ ബിസ്ക്കറ്റ് ഒക്കെ തീർന്നു. എനിക്ക് വിശക്കുന്നു. വിശപ്പിന്റെ വിളി തുടങ്ങിയേ. ഇനി രക്ഷയില്ല. ബാപ്പോ എല്ലാരും വാ, നമുക്ക് റെസ്റ്റോറന്റിലേക്ക് പോവാം. അങ്ങോട്ട് അനു, നീ ഫുഡ് കഴിച്ചോ? ഇല്ല, ഞങ്ങൾ കഴിക്കാനായിട്ട് പോവാ. നിന്റെ ഫ്രണ്ട്സ് പോയി കഴിക്കട്ടെ. നമുക്കിന്ന് ഡിന്നർ ഒരുമിച്ചാകാം. നന്ദൻ അവിടെ വെയിറ്റ് ചെയ്യാ. നീ വാ. ഞാൻ വരുന്നില്ല. നിങ്ങൾക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ പോയി കഴിച്ചോ. എനിക്ക് ഇവളോട് പേഴ്സണലായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്. പ്ലീസ്. അനു, നീ അമ്മയായിട്ട് സംസാരിക്കാം. ഞങ്ങൾ റെസ്റ്റോറന്റിലേക്ക് പോവാ. നിക്ക്, ഞാനും വരുന്നു. നമ്മൾ ഒരുമിച്ച് കഴിക്കുന്നുള്ളൂ. വാ.